പി.ടി. തോമസ് എം.എൽ.എയെ അപായപ്പെടുത്താൻ ശ്രമമെന്ന പരാതി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കാറിന്റെ 4 ടയറുകളുടെയും നട്ടുകൾ ഇളക്കിയ നിലയിലാണ്. വഴിയാത്രക്കാരൻ ടയറിന്റെ നട്ടുകൾ ഇളകിയത് ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ലിജോ വർഗീസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലിജോ, വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ് പി.ടി. തോമസ് എം.എൽ.എ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതിയുടെ വിശദാംശങ്ങൾ? സിവിലീസ, നമ്മളിപ്പോൾ പി.ടി. തോമസ് എം.എൽ.എയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് സർവീസിന് അയച്ച ടൊയോട്ട ഇന്നോവ കാറിലായിരുന്നു കഴിഞ്ഞ ദിവസം പി.ടി. തോമസ് എം.എൽ.എ സഞ്ചരിച്ചിരുന്നത്. ഈ സമയത്ത് മറ്റൊരു വഴിയാത്രക്കാരൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോഴാണ് ഒരു ടയറിന്റെ ഒരു നെറ്റ് അഴിഞ്ഞിരിക്കുന്നത്, വിട്ടുപോയിരിക്കുന്നത്. മറ്റ് ടയറുകൾക്കും ഇത് സമാനമായി നെറ്റുകൾ ലൂസായിരിക്കുന്നതും കണ്ടത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഷോറൂം ഉടമകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി എല്ലാ സർവീസ് വർക്കുകളും കഴിഞ്ഞതായിരുന്നു വാഹനത്തിന്റെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും പി.ടി. തോമസ് എം.എൽ.എ പറഞ്ഞു. എന്നാൽ KPCC പ്രസിഡന്റ് M.M. ഹസൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് പോലീസ് ശക്തമായി അന്വേഷിക്കണം. കാരണം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് പി.ടി. തോമസ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് പറയാൻ അത്തരത്തിലൊരു സംശയത്തിന് അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായി ഇക്കാര്യത്തിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇപ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഈ വാഹന അപകടമൊന്നും ഉണ്ടാവാത്തതിൽ പി.ടി. തോമസിന് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം നമുക്ക് തരുന്ന വിശദീകരണം. ലിജോ, പി.ടി. തോമസിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംശയം പറയുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? പി.ടി. തോമസ് എം.എൽ.എ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വാഹനം സർവീസിന് നൽകിയത്. സ്വാഭാവികമായും അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ടയറുകൾക്ക്, അതും 4 ടയറുകൾക്ക് ഒരുമിച്ച് ടയറുകളുടെ നെറ്റുകൾ ലൂസായ സാഹചര്യം എന്താണെന്ന് നോക്കണമെന്നുള്ള ആവശ്യമാണ് ആദ്യം ഷോറൂം ഉടമകളോട് പറഞ്ഞത്. അവരാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പരാതി നൽകണം എന്നുള്ള കാര്യം അവരാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഡ്രൈവറും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണ് തന്റേതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് പ്രശ്നങ്ങൾ ഉള്ളതായി അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പി.ടി. തോമസ് എം.എൽ.എ വ്യക്തമാക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു പൊന്നുരുന്നിയിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അതിനുശേഷം അപ്പോൾ തന്നെ ഈ ഷോറൂമുകളെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അവർ വന്ന് വാഹനം കൊണ്ടുപോവുകയുമായിരുന്നു. പോലീസിന് അപ്പോൾ തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകാൻ കഴിയുമെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലൊരു അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ലിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്. പി.ടി. തോമസ് എം.എൽ.എ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പരാതി നേരിട്ടെത്തി നൽകിയത്. കാറിന്റെ 4 ടയറുകളുടെയും നട്ടുകൾ ഇളക്കിയ നിലയിലാണ്. ഇതിലെ ഒരു നട്ട് പൂർണ്ണമായും ഇളക്കി മാറ്റിയ നിലയിലുമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിൽ പി.ടി. തോമസ് എം.എൽ.എ പോലീസിന് മൊഴി നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലിജോ വർഗീസ്.